നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വെള്ളിയാഴ്ചയാണ്. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ അത് ശനിയാഴ്ച പുലർച്ചെ 12:30 AM. എന്തായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ഫ്രാൻസിൻ്റെ ടീം എങ്ങനെയാണ്, അർജന്റീന ടീമിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ടീം എങ്ങനെയാണ്, അർജന്റീനയ്ക്ക് പണിയാകുമോ, അല്ല അർജന്റീനയെ ഫ്രാൻസിന് അനായാസം കീഴടക്കാൻ പറ്റുമോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട്. അർജന്റീനക്കാർ ഇത് ഏറ്റവും നല്ല രൂപത്തിൽ അനലൈസ് ചെയ്യുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർജന്റീന ഫാൻസിൻ്റെ കാര്യമല്ല, യഥാർത്ഥത്തിലുള്ള അർജന്റീനക്കാരായിട്ടുള്ള അർജന്റീന ഫാൻസ്. ഇപ്പം TYC സ്പോർട്സ്, അർജന്റീനയിലെ പ്രമുഖ മാധ്യമം, ഫ്രാൻസിൻ്റെ ടീമിൻ്റെ ശക്തിയും അതുപോലെ അവരുടെ ടീമിൽ ആരൊക്കെയുണ്ട്, ഇതൊരു ഫൈനൽ പോലുള്ള പോരാട്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. വാട്ട് ഫ്രാൻസ് അണ്ടർ 23s ഹാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനത്തിൽ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കൃത്യമായിട്ട് ഫ്രാൻസിൻ്റെ ശക്തി അവർ വരച്ചിട്ടിട്ടുണ്ട്. ഇത് സീനിയർ ഫുട്ബോൾ പോലെയല്ല. അപ്പം അണ്ടർ 23 പ്ലെയേഴ്സാണ് അധികവും ഉള്ളത്. 3 സീനിയർ താരങ്ങളെ മാത്രമേ കളിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ടീമിനെ കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒളിമ്പിക്സിന് വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്. സൂപ്പർ താരങ്ങളെ കളിപ്പിക്കാനായിരുന്നു പ്ലാൻ. കിലിയൻ എംബാപ്പെ, ആന്റോയിൻ ഗ്രീസ്മാൻ തുടങ്ങിയവരെ ടീമിൽ എടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ റെസ്പെക്റ്റീവ് ടീമുകൾ ആ താരങ്ങളെ റിലീസ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ 3 സീനിയർ താരങ്ങളായിട്ട് ഫൈനലി ഉൾപ്പെടുത്തിയത്, ഒന്ന് ലോയിച്ച് ബെയ്ഡെ, സെവിയയുടെ സെൻറ്റർ ബാക്കാണ്, 24-കാരനായിട്ടുള്ള താരം. അതുപോലെ തന്നെ ജീൻ ഫിലിപ്പെ മാറ്റേറ്റ, ക്രിസ്റ്റൽ പാലസിൻ്റെ സ്ട്രൈക്കറാണ്, 27-കാരനായിട്ടുള്ള താരം. അതുപോലെ അലക്സാണ്ട്രെ ലെക്കാസെറ്റ്, 33-കാരനായിട്ടുള്ള ലിയോൺ സ്ട്രൈക്കർ. ഇവർ 3 പേരാണ് ഇപ്പോൾ സീനിയർ താരങ്ങളായിട്ട് അവർക്കുള്ളത്. ഇനി അണ്ടർ 23യിലും അവർ മികച്ച താരങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ക്ലബ്ബുകൾ സമ്മതിച്ചില്ല. ഒന്ന് എഡ്വാർഡോ കമവിംഗ, റയൽ മാഡ്രിഡിൻ്റെ സ്ഥിര സാന്നിധ്യം. പിന്നെ വില്യം സാലിബ, നിലവിൽ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടയാൾ, ആഴ്സണലിൻ്റെ താരം. അതുപോലെ തന്നെ വാറൻ ജെയർ എമറി, PSGയുടെ മധ്യനിര താരം. പിന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയ ലെനി യോറോ, ബയൺ മ്യൂണിക്കിൻ്റെ മാത്യസ് ടെല്ല് തുടങ്ങിയ താരങ്ങളെയൊക്കെ ടീമിലേക്ക് എത്തിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ക്ലബ്ബുകൾ റിലീസ് ചെയ്യില്ല എന്നുറപ്പായപ്പോൾ മറ്റ് താരങ്ങളിൽ അവർ ആശ്വാസം കൊള്ളുകയായിരുന്നു. പക്ഷേ മറ്റ് താരങ്ങൾ എന്ന് പറയുന്നവരും മികച്ചവരാണ്. തിയറി എൻട്രിയാണ് അവരുടെ കോച്ച് എന്ന കാര്യം ഓർക്കുക. മികച്ച ടീം അവർക്കുണ്ട്. ഒന്ന് മൈക്കൽ ഒലീസെ അവരുടെ ടീമിലുണ്ട്. പിന്നെ കാസ്റ്റല്ലോ ലുക്യൂബയുണ്ട്, RB ലീപ്സിഗിൻ്റെ സെൻറ്റർ ബാക്കാണ്. അതുപോലെ തന്നെ എൻസോ മില്ലറ്റ് ഉണ്ട്, റയാൻ ചെർക്കി ഉണ്ട്, മറ്റൊരു വളരെ പ്രതിഭാധനായിട്ടുള്ള താരം. അതുപോലെ തന്നെ ആക്ലീഷെ ഉണ്ട്. അപ്പം ക്രിയേറ്റീവായിട്ടുള്ള മിഡ്ഫീൽഡ് അവർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം നോക്കുക, അവർ വളരെ അനായാസമാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ കടന്നു വന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ 3-0 തോൽപ്പിച്ചു, ഗിനിയെ 1-0 തോൽപ്പിച്ചു, ന്യൂസിലാൻഡിനെ 3-0 തോൽപ്പിച്ചു. ഗ്രൂപ്പിൽ അവർ ഒന്നാമതായിരുന്നു. 7 ഗോളുകൾ അടിച്ചു, ഒറ്റ ഗോളും അവർ തിരികെ വാങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ഹെൻറി 4-4-2 ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കുന്നത്. അതിൽ അറ്റാക്കിംഗ് ഫുൾ ബാക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം പ്ലാൻ ചെയ്യാറുള്ളത്. കിലിയൻ സിദിയെയും അഡ്രിയാൻ ട്രുഫർട്ടും അവരുടെ മുന്നേറ്റങ്ങൾ ഇരു പാർശ്വങ്ങളിൽ നിന്നുകൊണ്ട് നയിക്കും. പിന്നെ മാനു കോനയെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് ഇറക്കുന്നു. മുന്നേറ്റങ്ങൾ നയിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലോട്ടോ അല്ലെങ്കിൽ അക്ലൂച്ചിയോ ഇറങ്ങുന്നു. ഒലീസെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് ടീമിൽ ഉണ്ടാകുന്നു. മുന്നേറ്റങ്ങൾ നയിക്കാൻ 2 പ്രഗത്ഭരായിട്ടുള്ള സീനിയർ താരങ്ങളെ ഏൽപ്പിക്കുന്നു. ലെക്കാസെറ്റിയും മാറ്ററ്റിയും ഇറങ്ങുന്നു. അപ്പം എങ്ങനെ നോക്കിയാലും ശക്തമായിട്ടുള്ള ഒരു ടീമാണ് ഫ്രാൻസിൻ്റെ ഈ ടീം എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യങ്ങൾ ഒട്ടും അർജന്റീനയ്ക്ക് എളുപ്പമായിരിക്കില്ല. പക്ഷേ അർജന്റീനയ്ക്ക് പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് കടുത്തൊരു പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിക്കോളാസ് ഓട്ടാമെൻ്റെയും ഹുലിൻ ആൽവേരസും തിയാഗോ അൽമേഡയും ഒക്കെ അടങ്ങുന്ന ടീം, അതിൽ ഇക്കി ഫെർണാണ്ടസിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുണ്ട്. ലൂസിയാനോ ഗുണ്ടോയുടെ മികവുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഗ്യൂലിയാനോ സിമയോണി ഇപ്പം മികച്ച പ്രകടനം നടത്തുന്നു. ചുരുക്കത്തിൽ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അർജന്റീനയുടെ ഭാഗത്തുമുണ്ട്. അത്ര അനായാസം അങ്ങ് ഫ്രാൻസിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഏത് തലത്തിലുള്ള മത്സരമാണെങ്കിലും അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരം ഒരു വിരുന്ന് തന്നെ ആയിരിക്കും. ആരാധകർക്ക് കാത്തിരിക്കാം ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.